Hello my dear friends, welcome to Cypro. നമുക്ക് ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് പഠിച്ചു തുടങ്ങാം. ഓക്കെ, നേരത്തെ പഠിച്ചു തുടങ്ങുക. സിലബസ് ഒക്കെ കുറേ ഉള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിനേഷൻ നമുക്ക് കുറച്ച് ഈസി മോഡ് അല്ലേ, കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ഭയങ്കര അല്ലേ, നല്ല കൺഫ്യൂഷൻ ആയിരിക്കും. പിന്നെ നന്നായി പഠിച്ചവർക്കായിരിക്കും ഈസി ആകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാം. സൈപ്രോയിൽ നിങ്ങൾക്ക് നേരത്തെ പഠിച്ചു തുടങ്ങാനായിട്ട് ക്ലാസ്സസ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് 9048900024 കോൺടാക്ട് ചെയ്യാം. നമുക്ക് 4 സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്: കെമിസ്ട്രി, ബയോടെക്നോളജി, മൈക്രോബയോളജി, എൻവയോൺമെൻറ്റൽ സയൻസ്. അപ്പോൾ ഈ 4 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ബോട്ടണി, സുവോളജി, ബയോകെമിസ്ട്രി, ലൈഫ് സയൻസിലുള്ള ബാക്കി സ്ട്രീമുകാർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അതായത് ഡിഗ്രിയാണ് ഇതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വാളിഫിക്കേഷൻ വരുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നോക്കാം. നെയിം ദ പ്രൈമറി സബ്സ്റ്റൻസ് യൂസ്ഡ് ഇൻ ദ വൾക്കനൈസേഷൻ ഓഫ് റബ്ബർ. ഇത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സൾഫർ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത്, വെൻ യു പെർഫോം ഫെലിങ്സ് ടെസ്റ്റ് വിച്ച് അമോങ് ദ ഫോളോയിങ് വിൽ ഗീവ് എ പോസിറ്റീവ് റിസൾട്ട്. എന്താണ് ആൻസർ? നമ്മൾ എന്തിനാണ് ഫെലിംഗ് ടെസ്റ്റ് ചെയ്യുന്നത്? റെഡ്യൂസിങ് ഷുഗറിനെയും നോൺ റെഡ്യൂസിങ് ഷുഗറിനെയും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പറയാം, ഈ റെഡ്യൂസിങ് ഷുഗറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫെലിംഗ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഷുഗർ അല്ലാത്ത ആളുകളെയൊക്കെ നമുക്ക് എടുത്ത് കളയാം അല്ലേ. പ്രോട്ടീനും ലിപ്പിഡും അല്ല. ഇനി സുക്രോസ് ആണോ ഗ്ലൂക്കോസ് ആണോ? സുക്രോസിൽ നമുക്കറിയാം ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും ഒരു ലിങ്കേജ് ഉണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു എന്താണ് അവിടെ റെഡ്യൂസിങ് എൻഡ് ഇല്ല. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ഗ്ലൂക്കോസ് ആണ്. ഓക്കെ, അതായത് റിയാക്ട് ചെയ്യാനായിട്ട് എന്ത് വേണം? ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് എങ്കിലും വേണം. ഓക്കെ, അതായത് ഗ്ലൂക്കോസിൽ നമുക്കറിയാം എന്തുണ്ട്? ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് നമ്മുടെ ഈ ഒരു റിയേജൻറ്റിൽ എന്തുണ്ട്? റിയേജൻറ്റിലുള്ള കോപ്പർ അയൺസിനെ റെഡ്യൂസ് ചെയ്യും. കോപ്പർ അയൺസ്. ഓക്കെ, അപ്പോൾ എന്ത് കളറായിരിക്കും ഇത്? ഫസ്റ്റ് ബ്ലൂ ആണ് ഇവർ, കോപ്പർ കേട്ടോ. എന്താക്കും? കുപ്രസ് ഓക്സൈഡ് ആക്കും. എന്താക്കും? കുപ്രസ് ഓക്സൈഡ് ആക്കും. ഓക്കെ, കുപ്രസ് ഓക്സൈഡ്. ഓക്കെ, അതൊരു ബ്രിക്ക് റെഡ് കളർ പ്രിസിപ്പിറ്റേറ്റ് ആയിരിക്കും കേട്ടോ. റെഡ് കളർ പ്രിസിപ്പിറ്റേറ്റ്, അതായത് നമ്മുടെ Cu2O ആക്കും. അപ്പോൾ ഗ്ലൂക്കോസ് ആണ് അവിടെ ആൻസർ വരുന്നത്. കോപ്പറിൻ്റെ ഓക്സൈഡ് ആക്കുകയാണ്, ഒരു റെഡ് പ്രിസിപ്പിറ്റേറ്റ്, ഇൻസൊല്യൂബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കാണാം? റെഡ് പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് കാണാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് കണ്ണും പൂട്ടി എഴുതാം അല്ലേ. എന്താണ് ആൻസർ? ഡാഷ് ഈസ് ദ ഷുഗർ മോളിക്യൂൾ പ്രസൻറ്റ് ഇൻ ഫ്രൂട്ട്സ്. എന്താണ്? ഫ്രക്ടോസ്. അപ്പോൾ നമ്മൾ ഈ കണ്ണും പൂട്ടി എഴുതുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും മിസ്റ്റേക്ക് വരുത്തും. ഓക്കെ, നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന പ്രശ്നമായിരിക്കും നമ്മൾ കൊണ്ടേ നെഗറ്റീവ് മാർക്ക് ചെയ്തു വെക്കുന്നത്. നമ്മൾ മിക്കപ്പോഴും ഇങ്ങനെ നമ്മളിപ്പോൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളുടെ ബ്രെയിനിൻ്റെ അവസ്ഥ തന്നെ വേറെ ആയിട്ടുണ്ടാവും. ചിന്തിക്കാനുള്ള ഒരു കേപ്പബിലിറ്റീസൊക്കെ കുറയുന്ന ഒരവസ്ഥയാണ്. അതായത് കൂടുതൽ ചാറ്റ് GTP യൂസ് ചെയ്യുന്ന ആളുകൾ, നമ്മുടെ ബ്രെയിനിന് ചിന്തിക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ ചിലപ്പോൾ ചാറ്റ് GTP ചോദിക്കുക, ആൻസർ കിട്ടും. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഏറ്റവും നല്ലത് ടെക്സ്റ്റ് എടുത്ത് റെഫർ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണം. മനസ്സിലായോ? എന്നാലും നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ നമുക്ക് ഈ പറഞ്ഞ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പഠിച്ചതും നമ്മൾ റിവൈസ് ചെയ്തതും റീകോൾ ചെയ്തും നമ്മൾ ടെസ്റ്റ് സീരീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത നമ്മുടെ ബ്രെയിന് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ടെസ്റ്റ് സീരീസ് ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾ എന്ത് പറ്റുന്നത്? മാക്സിമം ടെസ്റ്റ് സീരീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നെഗറ്റീവ് മാർക്കിങ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തോളണം കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സിലുള്ള ഷുഗർ മോളിക്യൂൾ എന്താണ്? ഫ്രക്ടോസ്. ഓക്കെ,
അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഇൻഫ്ലുവൻസ് പ്രോട്ടീൻ ഫോൾഡിങ്. എന്തൊക്കെയാണ് പ്രോട്ടീൻ ഫോൾഡിങ്ങിന് നമ്മൾ കറക്റ്റ് pH വേണം അല്ലേ? അതനുസരിച്ചല്ലേ പ്രോട്ടീനിൽ എന്തുണ്ട്? അമിനോ ആസിഡ് ഉണ്ട്. അമിനോ ആസിഡ് നമ്മൾക്ക് അറിയാലോ എന്താണ് pKa വാല്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് pH അനുസരിച്ച് അതൊക്കെ മാറുന്നുണ്ട് അല്ലേ? അപ്പം നമുക്ക് കറക്റ്റ് pH വേണം പ്രോട്ടീൻ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യാനായിട്ട്. സോൾട്ട് കോൺസെൻട്രേഷൻ കറക്റ്റ് ആയിരിക്കണം. സോൾവെൻറ്റും വേണം അല്ലേ? ഏതാണ് സോൾവെൻറ്റ്? നമുക്കിപ്പോൾ പ്രോട്ടീൻ ഹൈഡ്രോഫോബിക് ആണോ ഹൈഡ്രോഫിലിക് ആണോ അതൊക്കെ അനുസരിച്ച് നമ്മൾ സോൾവെൻറ്റ് സെലക്ട് ചെയ്യുന്നതും കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? ഓൾ ഓഫ് ദ എബോവ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ബേസ് നോട്ട് പ്രസൻറ്റ് ഇൻ DNA. ആൻസർ അറിയാം, യുറാസിൽ. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചിലപ്പോൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ നന്നായിട്ട് നോക്കിക്കോളണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ബാക്ടീരിയൽ സെൽ വോൾ ഹാസ് എ ഹ്യൂജ് പെർസെൻറ്റേജ് ഓഫ് ടീക്കോയിക് ആസിഡ്. എന്താണ് ഈ ടീക്കോയിക് ആസിഡ് എന്ന് പറയുന്നത്? ഈ ടീക്കോയിക് ആസിഡ് എന്ന് പറയുന്നത് പോളിമർ ഓഫ് ഗ്ലിസറോൾ, അല്ലെങ്കിൽ നമുക്ക് റിബിറ്റോൾ എന്ന് പറയാം. ഗ്ലിസറോൾ അല്ലെങ്കിൽ റിബിറ്റോൾ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ഏത് തരം ബാക്ടീരിയയിലാണ് ഈ ടീക്കോയിക് ആസിഡ് ഉള്ളത്? ഏതിലാണുള്ളത്? ഗ്രാം പോസിറ്റീവിൽ മാത്രമേ ഉള്ളൂ. അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? ഗ്രാം പോസിറ്റീവിൽ മാത്രമേ ഉള്ളൂ, നെഗറ്റീവിലില്ല. ഇവിടെ നെഗറ്റീവ് വന്നിട്ടുണ്ട്, അപ്പോൾ ആൻസർ തെറ്റാണ് അല്ലേ? അപ്പോൾ ആൻസർ എന്താണ് ഇവിടെ? ഗ്രാം പോസിറ്റീവ് എന്നുള്ളതാണ് ആൻസർ. കണ്ടോ, ഇവിടെ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ടീക്കോയിക് ആസിഡ് കാണാവോ? കണ്ടോ, ഇത് ലിപ്പോ ടീക്കോയിക് ആസിഡ്, ഇത് നമ്മുടെ വോൾ ടീക്കോയിക് ആസിഡ് എന്ന് നമ്മൾ പറയും. കണ്ടോ, ടീക്കോയിക് ആസിഡ് കണ്ടോ, ഇവിടെ ഈ കളറിൽ കാണിച്ചേക്കുന്നതും പിന്നെ ഇത് നമ്മുടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ്. ഓക്കെ, അപ്പോൾ ഗ്രാം പോസിറ്റീവിൽ എന്താണ്, ഗ്രാം നെഗറ്റീവിൽ എന്താണുള്ളത്? ലിപ്പോ പോളിസാക്കറൈഡ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫുഡ് പ്രിസർവേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ത്രൂ കോൾഡ് സ്റ്റെറിലൈസേഷൻ. ദിസ് ഇൻവോൾവ്, അപ്പോൾ ഇത് തന്നെ 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലേ? കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? റേഡിയേഷൻ. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? റേഡിയേഷൻ. കണ്ടോ, അപ്പോൾ ഡീഹൈഡ്രേഷൻ അല്ല, ലയോഫിലൈസേഷൻ അല്ല. റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ വെക്കുന്നു. ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് എന്താ? വാട്ടർ കണ്ടന്റ് റിമൂവ് ചെയ്യുന്നു. ലയോഫിലൈസേഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മളതിനെ പ്രിസർവ് ചെയ്ത് ലയോഫിലൈസ്ഡ് ആക്കി വെക്കുകയാണ്. ഓക്കെ, അതിനെ പൗഡേർഡ് ഫോമിലാക്കി വെക്കുന്നതിനെയാണ് നമ്മൾ ലയോഫിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് പ്രിസർവേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? കോൾഡ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, അതിനെന്താ നമ്മൾ പറയുന്നത്? റേഡിയേഷൻ. നമുക്ക് ഇറേഡിയേഷൻ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? കൊബാൾട്ട് 60 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്ത് റേസ് ആണ്? കൊബാൾട്ട് 60യിൽ നിന്നുള്ള ഗാമ റേസ് ആണ്. ഗാമ റേസ് അയണൈസിങ് ആണോ നോൺ അയണൈസിങ് ആണോ? എന്ത് നമുക്ക് പറയാം? ഇത് അയണൈസിങ് റേഡിയേഷൻ ആണ്. അയോണൈസിങ് റേഡിയേഷൻ ആണ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ അയണൈസിങ് ആരാണ്? UV വാട്ടർ പ്യൂരിഫിക്കേഷൻ ഒക്കെ വരുന്നത്. ഓക്കെ, അയണൈസിങ് റേഡിയേഷൻ. അപ്പോൾ ഡീപ്പ് പെനട്രേഷൻ ഇവിടെ സാധ്യമാണ് ഫുഡിൻ്റെയൊക്കെ ഉള്ളിട്ടൊക്കെ അല്ലേ? അപ്പോൾ ഫുൾ എന്തായി, നമുക്കത് കുറേ നാളായിട്ടത് ഫുഡൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഫുഡ് പ്രിസർവേഷനിൽ നമുക്ക് ഫുഡിനെയൊക്കെ നമുക്കൊന്ന് സ്റ്റെറിലൈസ് ചെയ്യുക അല്ലേ? നമുക്ക് അങ്ങനെ പറയാം. എന്താ, നമുക്ക് റേഡിയേഷൻ യൂസ് ചെയ്യാം. ഗാമ റേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് നമുക്ക് റാഡ് അപ്പർട്ടൈസേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ അയണൈസിങ് റേഡിയേഷനിൽ സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ ഓഫ്, അതായത് എങ്ങനെയാണ് നമ്മുടെ മൈക്രോബ് അല്ലേ അത് കില്ലാകുന്നത്? ഓക്സിഡേഷൻ ഓഫ് മൈക്രോബിലുള്ള ലിപ്പിഡ്, ന്യൂക്ലിയിക് ആസിഡ്, അതുപോലെ തന്നെ പ്രോട്ടീനൊക്കെ പോകും അല്ലേ? അങ്ങനെയാണ് കില്ലാകുന്നു മൈക്രോബ്. അപ്പോൾ നമ്മുടെ ഫുഡ് നമുക്ക് കഴിക്കാൻ സുരക്ഷിതമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പാസ്ചറൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് മിൽക്ക്. എത്രയാണ്? ഇത് ചിലപ്പോൾ നമുക്ക് പ്രശ്നമായിരിക്കും അല്ലേ? ചിലപ്പോൾ പാസ്ചറൈസേഷൻ പഠിക്കാത്ത ആളുകൾക്കാണെങ്കിൽ ചിലപ്പോൾ ഓർക്കും ഓക്കെ ബോയിലിംഗ് പോയിന്റിന് മുകളിലാണോ എന്നൊക്കെ ഓർക്കും അല്ലേ? അല്ല, ബിലോ ബോയിലിംഗ് പോയിന്റ് ആണ് ആൻസർ വരുന്നത്. എബോവ് ബോയിലിംഗ് പോയിന്റ് 121 ഡിഗ്രി സെൽഷ്യസ് എന്താണ്? നമ്മുടെ സ്റ്റെറിലൈസേഷൻ, ഓട്ടോക്ലേവ് ഒക്കെ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും അല്ല അല്ലേ? 500
1000 ഒന്നും അല്ല. അപ്പോൾ ബിലോ ബോയിലിംഗ് പോയിന്റ് എത്രയാണ് പാസ്ചറൈസേഷൻ്റെ ടെമ്പറേച്ചർ വരുന്നത്? 68.2 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ്. ഓക്കെ, പാസ്ചറൈസേഷൻ. ഇനി ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം ആണെങ്കിൽ എത്രയാകാം നമുക്ക്? ഇത് നമ്മൾ ലോ ടെമ്പറേച്ചർ, അതാണ് ലോ ടെമ്പറേച്ചർ ആണ് നമ്മൾ 68.2. അപ്പം നമ്മൾ 30 മിനിറ്റ്സ് വെക്കണം. 30 മിനിറ്റ്. ഓക്കെ, ഇത് ലോ ടെമ്പറേച്ചർ അല്ലേ, 68.2 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്. നമുക്ക് 68 എന്നോ അങ്ങ് നോക്കാം. ഓക്കെ, ഇനി കുറച്ചും കൂടി ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്ക് എത്ര വെക്കാം? 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 സെക്കൻഡ്. ഓക്കെ, 15 സെക്കൻഡ്. അപ്പോൾ ഇത് ആണ് പാസ്ചറൈസേഷൻ. അപ്പോൾ ഇത് ബിലോ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. എല്ലാവർക്കും അറിയാം. അപ്പോൾ ആൻസർ ഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ എക്യുപ്മെന്റ് യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസേഷൻ ഓഫ് മീഡിയ ബിഫോർ ഇറ്റ് പ്രിപ്പറേഷൻ. മൈക്രോബയോളജിക്കാർക്ക് ഇത് കണ്ണടച്ച് എഴുതാൻ പറ്റും. ബാക്കി ചിലപ്പോൾ കെമിസ്ട്രിക്കാർക്കൊക്കെ എന്താണെന്ന് ചിലപ്പോൾ പഠിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലേ. എന്താണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ഓഫ് മീഡിയ എന്ന് പറയുന്നത്? എന്താണ്? നമ്മൾ മൈക്രോബയോളജി ലാബിൽ നമ്മുടെ ഓരോ ബാക്ടീരിയയും അതിൻ്റെ നമ്മൾ കൾച്ചർ ചെയ്യാനായിട്ട്, അതിനെ വളർത്തിയെടുക്കാനായിട്ട് എന്ത് വേണം? അതിന് സ്പെഷ്യൽ അല്ലേ, അതിന് നമ്മൾ തിന്നാനൊക്കെ കൊടുക്കുന്ന എന്താ സ്പെഷ്യൽ മീഡിയ ആണ് അവർക്ക് വേണ്ടത്. ന്യൂട്രിയൻ്റ് ഉള്ളത്, കാർബൺ സോഴ്സ്, നൈട്രജൻ സോഴ്സ്, അവർക്ക് പല പല ന്യൂട്രിയൻ്റ് വേണം. അതുപോലെ തന്നെ മീഡിയയിൽ ബാക്കി ആൾക്കാർ വളരാതിരിക്കാനുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെയും വേണം അല്ലേ. അത് നമുക്ക് മീഡിയയുടെ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നെയിം ദ എക്യുപ്മെൻറ്റ് യൂസ്ഡ് ഫോർ ദ സ്റ്റെറിലൈസേഷൻ ഓഫ് മീഡിയ. അപ്പോൾ ഈ ഒരു മീഡിയം നമ്മൾ എന്താ, നമുക്ക് എല്ലാ മീഡിയയും എന്താ പൗഡേർഡ് ഫോമിൽ നമുക്ക് കിട്ടും, ടിന്നിൽ കിട്ടും അല്ലേ. നമുക്ക് 1/2 കിലോയോ 1 കിലോയോ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ എടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് എത്രയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇപ്പോൾ 100 ml 500 ml ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് അത് നമുക്ക് ആ റിക്വേർഡ് വെയിറ്റ് അതിൽ തന്നെ ഉണ്ടാവും. നമ്മൾ എടുക്കുന്നു ഇപ്പോൾ ഒരു 1.3 gram in 100 ml, അല്ലെങ്കിൽ നമ്മൾ വേറൊരു മീഡിയം അങ്ങനെ 500 എത്രയിലും നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ ബോട്ടിലാണെങ്കിൽ ബോട്ടിൽ, അല്ലെങ്കിൽ കോണിക്കൽ ഫ്ലാസ്ക് ആണെങ്കിൽ കോണിക്കൽ ഫ്ലാസ്ക്, അത് ഓട്ടോക്ലേവ് ചെയ്യണം. അതെന്തിനാണ്? അതിൽ വേറെ ബാക്ടീരിയ ഒന്നും പാടില്ലല്ലോ. നമ്മൾ ഒരു സ്പെഷ്യൽ ബാക്ടീരിയനെ വളർത്താൻ വേണ്ടിയിട്ടായിരിക്കും, നമ്മുടെ കൾച്ചർ അല്ലേ, നമ്മുടെ ബാക്ടീരിയനെ വളർത്താൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ മീഡിയ പ്രിപ്പയർ ചെയ്തത് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ്ലി സ്റ്റെറിലൈസ് ചെയ്യണം, വേറെ ഒന്നും വരരുത്. നമ്മുടെ ബാക്ടീരിയനെ അതിൽ നമ്മൾ വളർത്താനായിട്ട് ഇടുന്ന സമയത്ത് അതിൽ വേറെ ഒന്നും പാടില്ല അല്ലേ. അപ്പോൾ അതിന് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ്. ഓക്കെ, ഓട്ടോക്ലേവ്. അപ്പോൾ ഈ ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ പ്ലേറ്റിൽ നമ്മൾ ബാക്ടീരിയനെയൊക്കെ സ്ട്രീക്ക് ചെയ്തു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പോർ പ്ലേറ്റ് ആണെങ്കിൽ പോർ പ്ലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം അവർക്കൊരു റിക്വയർഡ് ടെമ്പറേച്ചർ വേണമല്ലോ. ചിലവർക്ക് 37 ഡിഗ്രി സെൽഷ്യസ്, ചിലവർക്ക് ചിലപ്പോൾ നമുക്ക് കുറച്ച് സൈക്രോഫൈൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ തെർമോഫൈൽസ് ഉണ്ടാവും. അപ്പോൾ ഏതാണ് നമ്മുടെ ബാക്ടീരിയ, മീസോഫൈൽസ് ആണോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് അവരുടെ ഒരു ടെമ്പറേച്ചറിൽ നമ്മൾ ഇൻക്യുബേറ്റർ നമുക്ക് ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വെക്കുക. അപ്പോൾ നമുക്കൊരു 17 to 24 hours എന്താവും? നമ്മുടെ ബാക്ടീരിയയുടെ ഗ്രോത്ത് വരും. അപ്പോൾ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇൻക്യുബേറ്റ് ചെയ്യാൻ വെക്കുന്നു. അത് എന്താണ്? ഇൻക്യുബേറ്റർ. നമുക്ക് ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്യാം. ഇനി ലാമിനാർ എയർ ഫ്ലോ ചേംബർ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു ചേംബർ, നമ്മുടെ ഈ മൈക്രോബയോളജി നമ്മുടെ എല്ലാ വർക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? കംപ്ലീറ്റ്ലി സ്റ്റെറൈൽ എൻവയോൺമെൻറ്റ് ആയിരിക്കണം അല്ലേ. നമ്മൾ എവിടെയെങ്കിലും നിന്ന് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, നമ്മുടെ എയറിലൊക്കെ എന്തുണ്ട്? പലതരത്തിലുള്ള ബാക്ടീരിയയും സ്പോർസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാവും ഇഷ്ടം പോലെ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ലാമിനാർ എയർ ഫ്ലോ ചേംബർ എന്ന് പറയുമ്പോൾ അതിൽ കറക്റ്റായിട്ട് പല പല ഫിൽറ്റേഴ്സും അതുപോലെ തന്നെ UV ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ അതിന് മുമ്പ് സ്റ്റെറിലൈസ് ചെയ്യണം. UV ഒക്കെ ഇട്ട് നമ്മൾ സ്റ്റെറിലൈസ് ഒക്കെ ചെയ്ത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് അല്ലേ, നമ്മൾ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് UV ഒക്കെ ഓൺ ചെയ്ത് ലാമിനാർ എയർ ഫ്ലോ ചേംബറൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വർക്ക് ചെയ്യാൻ വരുന്നത് അല്ലേ. അപ്പം എല്ലാം ക്ലീൻ ആയിരിക്കും. എന്നിട്ട് നമ്മുടെ ബേണറൊക്കെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എൻ്റെ അടുത്ത് വെച്ചാണ് നമ്മൾ ഇതൊക്കെ പോർ ചെയ്യുന്നതോ സ്ട്രീക്ക് ചെയ്യുന്നതോ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അതാണ് ലാമിനാർ എയർ ഫ്ലോ ചേംബർ എന്ന് പറയുന്നത്. ഇനി ഇനോക്കുലം നീഡിൽ എന്ന് പറയുന്നത് എന്താണ്? ഇനോക്കുലം നീഡിൽ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പെട്രി പ്ലേറ്റ് ഇതാണെങ്കിൽ ഓക്കെ, അപ്പോൾ ഇതിൽ മീഡിയം ഉണ്ടാവും. ഓക്കെ, പെട്രി പ്ലേറ്റിൽ മീഡിയം ഉണ്ടാവും.
ഓക്കെ, ഇനി ഇനോക്കുലം നീഡിൽ അല്ലേ. അപ്പോൾ എന്താണ്, അപ്പോൾ നമുക്ക് പ്ലേറ്റ് ഉണ്ട്, പെട്രോൾ പ്ലേറ്റ് ഉണ്ട്, അതിൽ നമ്മൾ മീഡിയം ഓട്ടോക്ലേവ് ഒക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചേക്കുന്ന പ്ലേറ്റ്. അപ്പോൾ ഇതിന് നമ്മൾ ഇനോക്കുലം എന്താണ്, ഒരു നീഡിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇനോക്കുലം നീഡിൽ. അപ്പോൾ നമ്മുടെ ബ്രോത്ത് ഉണ്ടാവും, ബ്രോത്തിലായിരിക്കും നമ്മുടെ ബാക്ടീരിയ ഉള്ളത്. ഇതിന് നമ്മൾ ഡിപ്പ് ചെയ്യും. ഓക്കെ, ഡിപ്പ് ചെയ്തിട്ട് അപ്പോൾ ഇതിനിങ്ങനെ പറ്റി നമ്മുടെ ബാക്ടീരിയ ഉണ്ടാവും കുറച്ച്. അത് നമ്മൾ ഇങ്ങനെ അല്ലേ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്കിവിടെ നമ്മുടെ ഫ്ലെയിം ഉണ്ടാവും അല്ലേ. ഇതെല്ലാം നമ്മൾ ലാമിനാർ എയർ ഫ്ലോ ചേമ്പറിലാണ്, ഫ്ലെയിമിൽ നമ്മളിത് സ്റ്റെറിലൈസ് ചെയ്യും അല്ലേ. നമ്മൾ ഇനോക്കുലം നീഡ് ഇനോക്കുലേഷൻ നീഡ് എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അത് നമ്മൾ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്ത് ഫ്ലെയിം ചെയ്ത് ഒന്ന് കൂൾ ചെയ്ത് നമ്മൾ പിന്നെ എന്താ സ്ട്രീക്ക് ചെയ്യും. ഓക്കെ, പിന്നെ അടുത്ത സെറ്റിലും ഒന്നുകൂടെ നമ്മൾ ഫ്ലെയിമിൽ കാണിച്ച് കൂൾ ചെയ്ത് നമ്മൾ അല്ലേ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്തിനാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ അല്ലേ, അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്തിനാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്, ഓട്ടോക്ലേവ്. ഇത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഓട്ടോക്ലേവിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 120 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ വരുന്നത്. പിന്നെ പ്രഷർ ഉണ്ട്, പ്രഷർ എത്രയാണ് 15 pounds per square inch. ഓക്കെ, സ്ക്വയർ ഇഞ്ച് ഓഫ് പ്രഷർ നമ്മൾ PSI എന്ന് പറയും. ഓക്കെ, ഇതാണ് ഓട്ടോക്ലേവ്. നമ്മൾ അല്ലേ പ്ലഗ് ചെയ്യാം അല്ലേ, നമുക്ക് ഓൺ ചെയ്യാം, സ്വിച്ച് ഉണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ നമുക്ക് തുറക്കാനും എടുക്കാനും ഒക്കെയുള്ള ലിഡ്. ഇവിടെ നമുക്ക് സേഫ്റ്റി വാൽവ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ നമ്മുടെ സ്റ്റീം പോകാനായിട്ടൊക്കെയുള്ള വാൽവ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ പ്രഷർ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യണത്, നമ്മൾ ഫസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് അതിൽ വാട്ടർ കുറച്ച് ഫില്ല് ചെയ്യണം. ഓക്കെ, അതിൻ്റെ മുകളിലായിരിക്കും നമ്മുടെ ട്രേ വെച്ചേക്കുന്നത്. ഈ ട്രേയിൻ്റെ ഉള്ളിട്ട് നമുക്ക് പ്ലേറ്റും നമ്മുടെ കോണിക്കൽ ഫ്ലാസ്ക് ഒക്കെ ഇറക്കി വെക്കാം. ഓക്കെ, അത് ഒത്തിരി ഫില്ലാവരുത്, കാരണം എന്താ എയർ സർക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെള്ളം തിളച്ച് സ്റ്റീം വന്ന് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞ ശേഷം ഇപ്പോൾ സ്റ്റീം കുറച്ചങ്ങ് പോകണം. കുറച്ച് സ്റ്റീമൊക്കെ അങ്ങ് പോയി കഴിഞ്ഞ ശേഷം വേണം ഇത് ക്ലോസ് ചെയ്യാൻ. ഓക്കെ, ക്ലോസ് ചെയ്യുമ്പോഴേ പ്രഷർ കൂടുള്ളൂ. അപ്പോൾ എന്തിനാണ് നമ്മൾ കുറച്ച് സ്റ്റീം കളയുന്നത്, കാരണം ഇതിൻ്റെ അകത്ത് ആദ്യം ട്രാപ്പ് ആയിട്ടുള്ള എയറൊക്കെ പോകണം. എന്നിട്ട് ഫ്രഷ് ആയിട്ടുള്ള നമുക്ക് ഫുള്ള് അല്ലേ പ്രശ്നമൊന്നുമില്ലാതെ അല്ല പുതിയ സ്റ്റീമൊക്കെ വന്ന് ഫില്ല് ചെയ്ത്, അതായത് ആ ഒരു എയർ ഗ്യാപ്പൊക്കെ പോയി പിന്നെ നമ്മളിത് ക്ലോസ് ചെയ്ത് നമ്മൾ അല്ലേ നമ്മൾ ഈ സ്റ്റീം പോണതും ക്ലോസ് ചെയ്ത്, അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും എന്താ പ്രഷർ അങ്ങ് കൂടിക്കോളും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ ഒരു പ്രഷർ 15 pounds, ആദ്യം 0, 10 പിന്നെ 15 ആയി കഴിഞ്ഞ ശേഷം നമുക്കൊരു 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വെക്കാം. 15 minutes ആണ് നമ്മളെപ്പോഴും വരുന്നത് ആൻസർ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ എന്തായി, അത് കഴിഞ്ഞ ശേഷം ഓട്ടോക്ലേവ് ഓഫ് ചെയ്ത് പ്രഷർ 0 ആയിക്കഴിഞ്ഞ ശേഷം നമ്മൾ സ്റ്റീമിൻ്റെ ഭാഗം ഓപ്പൺ ചെയ്ത് നോക്കുക. സ്റ്റീമെല്ലാം പോയി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഓപ്പൺ ചെയ്ത് നമ്മുടെ മീഡിയയും കാര്യങ്ങളൊക്കെ എടുക്കുക. ഓക്കെ, ഇതാണ് ഓട്ടോക്ലേവ് വരുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. സൈപ്രോയിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. 9048900024 കോൺടാക്റ്റ് ചെയ്യാം. JSAയുടെ ക്ലാസ്സസ് കേട്ടോ, പൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, താങ്ക് യു.